ശ്രീ എ സമ്പത്ത്, അതായത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ജയസൂര്യൻ പറയുന്നത്. കാരണം അവർക്ക് പല വിധത്തിലുമുള്ള സ്വാധീനത്തിന് വിധേയമായിട്ടാണ് ബി ജെ പിയെ തള്ളിപ്പറയുന്നത്. ഇനി ഞങ്ങൾ പോയി അവരെ കാണുമ്പോൾ അവർ മാറ്റിപ്പറഞ്ഞുകൊള്ളും. ഈ രീതിയിൽ ആടുന്നവരാണ് അവരെന്ന് പറയുന്നത് അവർക്കുള്ള ആക്ഷേപമാണ്. ഇതടക്കം ജയസൂര്യനും ബി ജെ പിയും നിരത്തിയ വാദങ്ങൾക്കുള്ള മറുപടി എന്ത്? അജിംഷാദെ, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഞാനും ജയസൂര്യനും ഞങ്ങൾ രണ്ടുപേരും തൊഴിൽ കൊണ്ട് അഭിഭാഷകരുമാണ്. ഞാൻ ആ അഭിഭാഷക സുഹൃത്തിനോട് ഇന്നത്തെ ദീപിക ദിനപത്രം, അതെ, ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് എന്നുള്ളതും അതിൽ തന്നെ ആ എഡിറ്റോറിയൽ മുഖപ്രസംഗം എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് ക്രിസ്തുമത വിശ്വാസികൾ മാത്രമല്ല, ക്രിസ്തുമത വിശ്വാസികളല്ലാത്തവരും യേശുദേവനെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരും മാത്രമല്ല, അത് ബൈബിൾ നൽകുന്ന സന്ദേശം, ക്രിസ്തു നൽകുന്ന സന്ദേശം അത് ഉൾക്കൊള്ളുന്നവരടക്കം, അതിൽ ഈശ്വരവിശ്വാസികളും മതവിശ്വാസികളും അല്ലാത്തവരടക്കം ഉൾപ്പെടുമെന്ന കാര്യം ഞാൻ ജയസൂര്യനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദീപിക ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഇന്ന് ആരംഭിക്കുന്നത്, അതിൻ്റെ ടൈറ്റിൽ വാചകം ഇതാണ്: ഭരണകൂട ഭീകരതയുടെ ക്രിസ്തു വിചാരണ എന്നത്. ഇന്ന് ദുഃഖവെള്ളി. ഒലീവുമലയിൽ നിന്ന് ഗാഗുൽത്തായിലേക്കുള്ള, ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഉള്ള ദൂരമൊക്കെ സാങ്കേതികമാണ്. ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നു. ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും നന്മയെയും തിന്മയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴല്ല, അവയെ ഉന്മൂലനം ചെയ്യുന്ന ഭരണകൂടത്തോടും അതിൻ്റെ ഭാഗമായ ദുഷിച്ച മതനേതൃത്വത്തോടും പ്രതികരിച്ചപ്പോഴാണ് ക്രിസ്തുവിനെ തേടി അന്വേഷണ സംഘങ്ങൾ ഇറങ്ങിയത്. അനീതിയുടെ ലോകക്രമത്തിൽ ദുഃഖവെള്ളിയുടെ മുന്നറിയിപ്പാണത്. പറയുകയാണ്, രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മനുഷ്യരക്ഷ സാധ്യമല്ലെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം പ്രവചനലിഖിതങ്ങളിൽ അവൻ കൊല്ലപ്പെടുമെന്ന് എഴുതപ്പെട്ടത്. ആദ്യം കൊല്ലണമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കപ്പെടുകയും ചെയ്തു. ഒരു ദുഃഖവെള്ളിയാഴ്ചയാണ് വിധി നടപ്പാക്കിയത്. ഈ എഡിറ്റോറിയലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് പറയുകയാണ്, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: അനഭിമതനാകുന്നവനെ രാജ്യദ്രോഹം ഉൾപ്പെടെ ഏത് കുറ്റവും ചുമത്തി ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയുടെ വിവരണമാണ് ക്രിസ്തുവിൻ്റെ വിചാരണയും വധശിക്ഷയും. ദീപിക എഴുതുകയാണ്. അതിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ എഴുതിയിട്ടുള്ളൊരു വാചകം ഞാൻ വായിക്കാം: അധികാരത്തിൻ്റെ ബുൾഡോസറുകൾക്കിടയിൽ ചവച്ചരയ്ക്കപ്പെടുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാക്കുന്നവരെയുമൊക്കെ കണ്ടാൽ ക്രിസ്തുവിനെ പോലെയുണ്ട്. ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ വർഗീയതയ്ക്ക് ലോകത്തൊരിടത്തും വളരാനാവില്ല. സഖാവ് ജ്യോതി ബസുവിൻ്റെ വാചകമാണ് ഈ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഓർമ്മിക്കണം. ഇവിടെ തുടരുകയാണ്: ഇന്ത്യയിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ വളർന്നു കഴിഞ്ഞു. സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയുകയും മതപരിവർത്തനത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും കുറ്റപത്രമൊതുക്കി ക്രൈസ്തവരെ ക്രൂശിക്കുകയുമാണ്. അപ്പോഴും ഒപ്പമുള്ള ഒറ്റുകാർ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ബറാബാസിനെ മോചിപ്പിക്കൂ, ക്രിസ്തുവിനെ ക്രൂശിക്കൂ എന്ന് ആർപ്പുവിളിയിലാണ്. ഇതേ കാഴ്ചകളാണ് അന്ന് ജെറുസലേമിൽ അരങ്ങേറിയത്. അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവർ കുരിശിൻ്റെ വഴിയിലാണ്. ഉത്തരേന്ത്യയിൽ ക്രിസ്മസ്, ദുഃഖവെള്ളി, ഈസ്റ്റർ ആചരണങ്ങളൊക്കെ മുടക്കുന്ന വർഗീയ സംഘടനകളുടെ കയ്യിലുള്ളത് ഡൽഹിയിൽ നിന്ന് എത്തിച്ച വാറണ്ടുകളാണ്. ഒലിവുമലയിൽ നിന്ന് ഗാഗുൽത്തായിലേക്കുള്ള, ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരമൊക്കെ സാങ്കേതികമാണ്. ഒഡീഷയിലും ആസാമിലും യു പിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലുമുള്ള ക്രൈസ്തവരും കാണ്ടമാലിലെ രക്തസാക്ഷികളും ഒഡീഷയിൽ ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും പിഞ്ചുകുഞ്ഞുങ്ങളും ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചതിന് കള്ളത്തെളിവുകളിലൂടെ വേട്ടയാടപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയും വ്യാജ മതപരിവർത്തന കേസിലായ സന്യസ്തരുമൊക്കെ ആ ദൂരം അളന്നവരാണ്. ഇത് എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ പേജിൽ നിശബ്ദതയുടെ ദിനം എന്ന ഒരു തലക്കെട്ടിൽ ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ മാത്യു വയലിങ്കൽ, അപ്പോസ്തലിക് നൂൻഷോ, ചിലിയിലെ അപ്പോസ്തലിക് നൂൻഷോയാണ്, അദ്ദേഹത്തിൻ്റെതായ ലേഖനത്തിലെ ഒരു വാചകം: അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റിയ ക്രിസ്തുവിന് മാത്രമേ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂ.
അവിടെ അതിൽ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി പ്രിയപ്പെട്ട ജയസൂര്യൻ പറഞ്ഞതിന് മറുപടി ഞാനായി പറയുന്നതിനേക്കാൾ നല്ലത്, നമ്മൾ രാഷ്ട്രീയക്കാരാണല്ലോ, ജയസൂര്യൻ BJPയും ഞാൻ CPM ആണല്ലോ. ദീപിക ദിനപത്രത്തിൻ്റെ 2ാമത്തെ പേജിൽ എല്ലാ എഡിഷനിലും വന്നിട്ടുള്ളതാണ്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ദീപികയാണ് കൊടുത്തത്, ദേശാഭിമാനിയല്ല, ജനയുഗമല്ല, തെറ്റിദ്ധരിക്കരുത്. മുനമ്പം പ്രശ്നം എങ്ങനെയും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യമെന്ന് KV തോമസ് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ പോയി കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളതിൽ അദ്ദേഹം മുനമ്പം വിഷയത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലഹിക്കുകയല്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ജയസൂര്യൻ ഉൾപ്പെടെയുള്ള BJPക്കാർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വർഗീയമായി അല്ലേ? ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമാണ് ജയസൂര്യൻ? അല്ല. ഒരുപക്ഷെ താങ്കളും ഞാനും അടക്കമുള്ളവരുടെ അകന്ന ബന്ധുക്കളടക്കം അവിടെ ഉണ്ട്. ആ 603 കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളിൽപ്പെട്ടവർ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊന്നും തോന്നരുത്. ഇതൊരു മതപരമായ വിഷയമല്ല, സാമുദായികമായ വിഷയമല്ല, അത് നിയമപരമായി പരിഹരിക്കേണ്ടുന്നതായ ഒരു വിഷയമാണ്. ഇവിടെ ഇക്കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇതുകൂടി പറഞ്ഞങ്ങ് നിർത്താം ഇപ്പോൾ, കാരണം ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് റെജി ലൂക്കോസ് പറയണമല്ലോ. ആർച്ച് ബിഷപ്പ് പറഞ്ഞതാണ്, അന്നത്തെ സാഹചര്യത്തിൽ അവൈലബിൾ മെത്രാന്മാർ എടുത്ത തീരുമാനമാണത്. ഏതാ? വഖഫ് നിയമ ഭേദഗതിക്ക് KCBC പിന്തുണ നൽകിയത്. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയാണ്, വഖഫ് നിയമം ഭേദഗതി വന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതി, എന്നാൽ നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ് കേന്ദ്രമന്ത്രി, എൻ്റെ ഭാഷയിൽ യൂണിയൻ സഹമന്ത്രി റിജ്ജു പറയുന്നത്. എല്ലാവരും ചേർന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് BJP നേതാക്കൾ മുമ്പ് പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത പല ചർച്ചകളിലും BJP നേതാക്കൾ പറഞ്ഞത് ഇതാ, ഈ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കപ്പെടുന്നതോടുകൂടി മുനമ്പം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഇതോടുകൂടി ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നു എന്നാണ്. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളോടൊക്കെ, ഏത് മനുഷ്യനെ സംബന്ധിച്ചും അവരുടെ ജീവിതം, ജീവൻ, പാർപ്പിടം, കുടുംബം അതെല്ലാം ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ വൈകാരികമായ തരത്തിൽ അടുപ്പമുള്ളതാണ് നമ്മളെല്ലാം ജനിച്ചു വളർന്ന, നമ്മളെല്ലാം അങ്ങനെ ജീവിക്കുന്ന ഭൂമിയും ഭവനവുമെല്ലാം. അവരെല്ലാം പറഞ്ഞ് പറ്റിക്കുക എന്ന് പറയുന്നത് വഞ്ചനയുടെ ലാഞ്ചന പോലുമില്ലാതെ നഞ്ചുകലക്കി അങ്ങനെ നിഷ്കളങ്കരായ മനുഷ്യർക്ക് ഇങ്ങനെ ഈ പാനപാത്രത്തിൽ അങ്ങനെ ഈ നഞ്ചുകലക്കി നൽകുകയുണ്ടല്ലോ, അതുപോലെയല്ലേ BJP ചെയ്തത്? ഇത് വാസ്തവത്തിൽ അക്ഷന്തവ്യമായ അപരാധമല്ലേ? ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള മതത്തിൻ്റെ പേരിലല്ല. ഞാൻ ഇത് ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ പലപ്പോഴും വിജയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല പലരും ജയിച്ചിട്ടുള്ളത്. ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മഹതിയുടെ പേര് ആനി മസ്കറിൻ എന്നാണ്. അഭിഭാഷകയായിരുന്നു, എന്നെ ജയസൂര്യനെയും പോലെ. ആ ആനി മസ്കറിൻ അമ്മ ജയിക്കുമ്പോൾ അറിയേണ്ടതായ കാര്യം, കോൺഗ്രസിൻ്റെ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അവർ. അന്നത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സാമുദായിക ഘടന എങ്ങനെയാണ് ജയസൂര്യൻ? അവർ ദാക്ഷാണി വേലായുധനോടൊപ്പം, അമ്മു സ്വാമിനാഥനോടൊപ്പം, അന്ന് 15 വനിതകളുണ്ടായിരുന്ന നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 വനിതകളിൽ 3 പേർ മലയാളികളായിരുന്നു, അതിലുണ്ടായിരുന്നവരാണ്. EMS നമ്പൂതിരിപ്പാട് വിജയിച്ചതെല്ലാം നമ്പൂതിരിമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണ് എന്നാണോ ധാരണ? അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. രാഷ്ട്രീയം വ്യത്യസ്തമാണ്, മതപരമായ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അത് കൂട്ടിക്കുഴയ്ക്കാനായി ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് BJPയുടേതായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. ആ രാഷ്ട്രീയ തന്ത്രത്തിൽ വീണുപോകാതെ, അത്തരത്തിൽ മലയാളികൾ അങ്ങനെ വീണുപോകാതെ തന്നെ അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. രാഷ്ട്രീയവും മതപരമായ വിശ്വാസങ്ങൾ മതപരമായ വിശ്വാസവും തീർച്ചയായും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസർ ആവട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. തീർച്ചയായും.